യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ഹെയർ ടിപ്സ് ആയിട്ടാണ് വന്നത് കേട്ടോ. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഫേസിൽ എന്താണ് ചെയ്യാറ്, മുടിക്ക് എന്താണ് ചെയ്യാറ്, സ്കിന്നിന് എന്താണ് ചെയ്യാറെന്നൊക്കെ. പക്ഷേ ഹെയർ ടിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ എന്ത് കാര്യത്തിലാണെങ്കിലും എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ എന്റെ അമ്മയാണ് പറഞ്ഞു തരാറ്. ഇപ്പൊ ഫേസിലാണെങ്കിലും എന്തായിട്ടുണ്ടെന്ന് അമ്മയാണ് പറഞ്ഞു തരാറ്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ലേ രാവിലെ ഞാൻ കുടിക്കുന്ന പൊടി അമ്മയാണ് ഉണ്ടാക്കി തരാം. അതേപോലെ എന്റെ തലയിലേക്കുന്ന എണ്ണയും അമ്മയാണ് കേട്ടോ. കാരണം ഇപ്പൊ വലിയ മുടിയൊന്നും ഇല്ല, പക്ഷെ എന്നാലും ഞാൻ എന്റെ മുടി സ്ട്രെയിറ്റനിങ് ചെയ്തിട്ടുണ്ടോ കുറെ പ്രാവശ്യം, ഒരു 10 പ്രാവശ്യം സ്ട്രെയിറ്റനിങ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇപ്പോഴത്തെ എന്തൊക്കെയോ ഉണ്ടല്ലോ, കരാട്ടിൻ ചെയ്തിട്ടുണ്ട്, പിന്നെ കരാട്ടിൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ കളർ എത്രയോ പ്രാവശ്യം കളർ ദൈവം സഹായിച്ചിട്ട് ഇപ്പോഴും ആ നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ എന്റെ അമ്മയുടെ ഒരു കൈപ്പുണ്യൊക്കെ ആയിരിക്കും കേട്ടോ. കാരണം അമ്മ ഉണ്ടാക്കി തരുന്ന ഓയിൽ ഉപയോഗിച്ചിട്ട് ആഴ്ചയിൽ 2 പ്രാവശ്യം നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കുളിക്കും. അങ്ങനെയാണ് എന്താ പറയാ അതങ്ങനെ പോണത്. അപ്പം ഞാൻ അമ്മയോട് എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു എങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അമ്മ പറഞ്ഞു തരാറുണ്ട്, പക്ഷെ ഞാൻ ഉണ്ടാക്കാറില്ല. എപ്പോഴും അമ്മ ഉണ്ടാക്കി തരുന്നതുകൊണ്ട് നമ്മളങ്ങനെ വാങ്ങിയിട്ട് ഇങ്ങനെ സുഖിച്ച് തേച്ചിട്ട് പോയിട്ട് ഉള്ള ശീലമായിരുന്നു. പക്ഷെ ഇപ്പൊ അമ്മ ഒന്ന് വീണിട്ട് അമ്മയുടെ കാലം പൊട്ടി. അപ്പൊ സത്യം പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറയാറില്ല, നമുക്കുള്ള സമയത്ത് നമുക്ക് അവരുടെ വാല്യൂ അറിയില്ല. അവർക്കൊന്നും ചെയ്യാണ്ട് ആവുന്ന ഒരു അവസ്ഥയിലാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഞാൻ അമ്മയുടെ വീട്ടിൽ പോകുന്നുണ്ടെന്ന് അപ്പൊ അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം, ഇതുപോലെയൊക്കെ ചെയ്താൽ മതി. പാവാണ് കേട്ടോ. എനിക്കറിയാം ഇപ്പം ചേച്ചി ദുബായിൽ നിന്ന് നാട്ടിലുണ്ട്. അപ്പം അമ്മ എന്നിട്ടും അടുക്കളയിൽ ഒരു സൈഡിൽ ഇരുന്നിട്ട് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ചെയ്യോ അങ്ങനെ ചെയ്യുന്നുള്ളത്. അപ്പൊ നമ്മ പറഞ്ഞിട്ടുണ്ട്, അമ്മ പറഞ്ഞുതരാം എങ്ങനെയാണ് ഓയിൽ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. സോ ഐ ഷോ യു ഹൗ ടു കുക്ക്. ഇത് കറിവേപ്പില, മൈലാഞ്ചി, കറ്റാർവാഴ, ഇതെന്താ കടുക്ക, അതായത് നെല്ലിക്ക, ഉണക്ക നെല്ലിക്ക. പിന്നെ ഇത് ജീരകം, കരിജീരകം. ഇത് കടുക്ക എന്ന് പറയുന്നത് എന്തോ ആയുർവേദ സാധനം. അത് എല്ലാവർക്കും അറിയാം. പിന്നെ ഉലുവ, ചെറിയ ഉള്ളി, പിന്നെ ചെമ്പരത്തിപ്പൂ. അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഇപ്പോഴാണ് അമ്മയ്ക്ക് കാലിന് വയ്യാത്ത ശരിക്കും എനിക്ക് മനസ്സിലാവുന്നത്. സോ അപ്പം ഇതൊക്കെ കൂടെ ഒന്ന് മിക്സിയിൽ അടിക്കണം. മൈലാഞ്ചി ഇട്ടു, കറ്റാർവാഴ ഇട്ടു, പിന്നെന്താ ഇടണ്ടേ? ഈ തോല് പോക്കണ്ട അല്ലേ? പിന്നെ ഉള്ളി അല്ലേ, ചെറിയ ഉള്ളി ഇട്ടു. പിന്നെ ഇതെന്തായിരുന്നു? നെല്ലിക്ക. ഇതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പുതർത്തിയതാണ് കേട്ടോ. അങ്ങനെയല്ല അമ്മി? ഇനി കടുക്ക ഉണ്ടല്ലോ, അതും വെള്ളത്തിൽ വെച്ചിട്ട് പുതർത്തിയിട്ടുണ്ട്, അതും ഇടണം. പിന്നെ ഉലുവ, കരിഞ്ചീരകം. ഈ ചെമ്പരത്തി ഒന്നാക്കി ഇടണോ? അല്ല ഈ തണ്ടൊക്കെ അങ്ങോട്ട് മാറ്റണോ? കുഴപ്പമില്ല, ഇടാം. അപ്പം ചെമ്പരത്തി അങ്ങനെ ഇടാം. ആ കടുക്ക് ഇങ്ങോട്ട് എടുക്കും. ഇത് പുതർത്തി വെച്ച കടുക്കയാണ്, നമ്മളുടെ കല്ലുമ്മക്കായി അല്ല കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് നമുക്കിനി അരയ്ക്കാം. ഭയങ്കരമായിട്ട് അരയ്ക്കണ്ട, ഒന്ന് ഗിറാക്കിയാൽ മതിയേ. ഒന്ന് ചതച്ചാൽ മതി. ഓക്കെ, നല്ലോണം അരയണ്ട. ഇത് ചൂടായിട്ട് ഇതിലോട്ട് ഇടട്ടെ. നീ എണ്ണയിലേക്കല്ല ഇടല്ല ഇട്ടോ, എന്നിട്ട് എണ്ണ ഒഴിച്ചാൽ മതി. ബാക്കിയുള്ളത് വെള്ളം കഴുകി ഒഴിക്കുന്നതാണ്. കുറച്ച് വെള്ളം കഴുകി ഒഴിച്ചോ, എന്നിട്ട് അതൊന്ന് നല്ല ഇതാക്കിയിട്ട് ഒഴിച്ചോ. ഇത് കുക്ക് ചെയ്യുന്ന ചീഞ്ചട്ടി അല്ല കേട്ടോ. ഇത് ഞങ്ങൾ എണ്ണ ഉണ്ടാക്കണ, അമ്മ എണ്ണ ഉണ്ടാക്കുന്ന ചീഞ്ചട്ടിയാണ്. ഓക്കെ, അല്ല അമ്മ അവിടുന്ന് പതുക്കെ പറയാം, മിക്സ് ചെയ്യുന്ന ഉറക്കെ പറഞ്ഞോ, സൗണ്ട കേൾക്കണോ? ഓക്കെ, കുറച്ച് വെള്ളം വറ്റിയിട്ട് എണ്ണ ഒഴിച്ചോ. വെള്ളം തിളക്കണോ? വെള്ളമല്ലേ അത്? എന്നിട്ട് വെള്ളം വറ്റണം അല്ലേ? അപ്പം വെള്ളം വറ്റട്ടെ. വെള്ളം വറ്റി എണ്ണ ഒഴിക്കട്ടെ. മുഴുവൻ ഒഴിച്ചോ. 1 ലിറ്ററോളം ഉണ്ട് കേട്ടോ. 1 ലിറ്റർ എണ്ണ മുഴുവൻ വേണോ? ഒഴിച്ചോ. അമ്മ വരാൻ 2 മാസം എടുക്കും ദുബായിന്ന്. അത്രയും കാലത്തേക്കുള്ള എണ്ണ എനിക്ക് വേണം. ഇപ്പൊ നമ്മള് എണ്ണ ഒഴിച്ച് ഇനി അതൊക്കെ ഒന്നും കൊടുക്കണ്ടല്ലോ. വേണ്ട, ഇനി അവിടെ വെക്കട്ടെ അല്ലെ കുറച്ച് സമയം. ഇനി അതങ്ങനെ കുറച്ച് സമയം അങ്ങനെ തിളക്കട്ടെ. പാകമായിട്ടുണ്ട്, നല്ല മണം വരുന്നില്ലേ എണ്ണന്റെയും മൈലാഞ്ചിയുടെയും വെല്ലത്തിന്റെയും ഉലുവയുടെയും ഒക്കെ നല്ല മണമുണ്ട്. ഇനി ഓഫാക്കാണ്.
സംശയം തീരണമല്ലോ, ഒരു തുള്ളി വെള്ളം ഒന്ന് കുടയേ. ആ. അപ്പൊ ആ വെള്ളം പൊട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ഇല്ല എന്നുള്ളത് എടുക്കാം. വെള്ളം തീരണം, പൊട്ടണം. ആണ്. ഒരു കുറച്ച് വെള്ളം കൊണ്ട് എന്നാ ഒന്ന് പൊട്ടിച്ചു, ഞാൻ ക്യാമറ ഏൽപ്പിക്കട്ടെ. ഒന്നിങ്ങനെ പൊട്ടുണ്ടല്ലോ. ആ അത് കഴിഞ്ഞാൽ കഴിക്കില്ല, എണ്ണയായി കഴിഞ്ഞിട്ട് ഒപ്പാക്കുക. അപ്പൊ പിന്നെ എണ്ണ നല്ല മൂത്തു. അപ്പൊ ഇനിയിപ്പോ രണ്ടാമത് വെള്ളം ഇട്ടാ പിന്നെ പൊട്ടിയാലോ? അല്ല അത് വേണ്ടല്ലോ, ഇതിന് വെള്ളം ഇല്ല എന്നുള്ളത് മനസ്സിലാവാനാ. ഓക്കെ, അപ്പൊ കഴിഞ്ഞു. ഇനി ഇത് തണുക്കണം, ഊറ്റി വെക്കണം അല്ലെ? ഈ ഓയിൽ ഡബിൾ ബോയിൽ ആണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഒരു വിറ്റാമിൻ സി ഓയിലും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഞാൻ എപ്പോഴും മുടി നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ടാണ് കേട്ടോ ഓയിൽ ഇടുക. കാരണം നമ്മൾ ബ്രഷ് ചെയ്യണ സമയത്ത് നമ്മളെ മുടിയുടെ ഉള്ളിലുള്ള ആ പൊടി പടലങ്ങളും ഇനിയിപ്പോൾ ഡാൻഡ്രഫ് ഉണ്ട് വെച്ചെങ്കിൽ അതും ഒക്കെ ഇളകി അങ്ങോട്ട് കിട്ടും. പിന്നെ നമ്മൾ ഓയിൽ ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊക്കെ പിന്നെയും നന്നായിട്ട് ഇളകും. അത് കഴിഞ്ഞ് നമ്മൾ വാഷും കൂടെ ചെയ്യുമ്പോഴേക്കും നമ്മളെ തലയോട്ടിയൊക്കെ നല്ല വൃത്തിയാവും. ഫുൾ എടുത്തിട്ട് ഓരോ സ്കാൽപ്പിൽ. എനിക്ക് ഡാൻഡ്രഫ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ലെമൺ പിഴിയാത്തത്. നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ലെമൺ പിഴിഞ്ഞിട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ ഡാൻഡ്രഫ് പോകും. 2 മണിക്കൂർ വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഷാമ്പൂ ഇട്ടിട്ട് വാഷ് ചെയ്താൽ മതി. ഏതാണെങ്കിലും ഞാൻ സൾഫേറ്റ് ഇല്ലാത്ത ഷാമ്പൂ യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്താണോ ഷാമ്പൂ യൂസ് ചെയ്യുന്നത് അത് ഷാമ്പൂ ഇട്ടിട്ട് കണ്ടീഷണർ ഇടുക. സോ അതാണ് എൻ്റെ ഹെയറിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്.